നമസ്കാരം, കോഡ് മലയാളത്തിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് CSSന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കൺസെപ്റ്റാണ് സ്പെസിഫിസിറ്റി. ഇതറിയേണ്ടത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യം കൂടിയാണ്. സോ എന്താണ് സ്പെസിഫിസിറ്റി? സ്പെസിഫിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ HTML ഏതെങ്കിലും ഒരു എലമെൻറ്റ്, ആ എലമെൻറ്റിന് നമുക്ക് CSS വെച്ച് സ്റ്റൈൽ കൊടുക്കാൻ പറ്റും. ഒരു എലമെൻറ്റിന് ഒന്നിൽ കൂടുതൽ സെലക്ടറുകൾ വെച്ചിട്ട് നമുക്ക് സ്റ്റൈൽ കൊടുക്കാൻ പറ്റും. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അതിൽ ഏത് സ്റ്റൈലാണ് ഈ എലമെൻറ്റ് എടുക്കുക എന്നുള്ളത് തീരുമാനിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് സ്പെസിഫിസിറ്റി. സോ ഇത് അറിയേണ്ടത് എന്തുകൊണ്ടാണ് അത്യാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചില സ്റ്റൈലുകൾ കൊടുക്കുമ്പോൾ ചില സമയത്ത് നമുക്കത് നമ്മുടെ എലമെൻറ്റിൽ വരത്തില്ല. സോ അതിന് കാരണം ബേസിക്കലി സ്പെസിഫിസിറ്റിയാണ്. അത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന സ്റ്റൈലുകളൊക്കെ കറക്റ്റായിട്ട് എലമെൻറ്റിൽ വരും. സോ എന്താണ് സ്പെസിഫിസിറ്റി എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ഈ സ്പെസിഫിസിറ്റിയുടെ ബേസിക് ആയിട്ടൊരു ഐഡിയ മനസ്സിലാക്കാൻ ഒരു സിമ്പിളായിട്ടൊരു HTML ഡോക്യുമെൻറ്റ് എഴുതിയിട്ടുണ്ട്. അതിനകത്തൊരു പാരഗ്രാഫ് ഇട്ടിട്ടുണ്ട്. സോ നമുക്കിനി പാരഗ്രാഫിന് സ്റ്റൈൽ കൊടുക്കാം. ഈ പാരഗ്രാഫിന് നമുക്ക് പല സെലക്ടറുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് സ്റ്റൈൽ കൊടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഈ ഒരു പാരഗ്രാഫ് സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ക്ലാസ് നെയിം ഉപയോഗിച്ച് നമുക്ക് സെലക്ട് ചെയ്യാം. ഡോട്ട് ടെക്സ്റ്റ്. എന്നിട്ട് നമുക്കൊരു കളർ ഗ്രീൻ കൊടുക്കാം. സോ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ടെക്സ്റ്റിൻ്റെ കളർ ഗ്രീൻ ആയിട്ടുണ്ട്. ഇനി അതല്ല, ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ID വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ സ്റ്റൈൽ ചെയ്യാൻ പറ്റും. കളർ റെഡ്. സോ ഇങ്ങനെ രണ്ട് സ്റ്റൈലും കൊടുത്തു കഴിഞ്ഞാൽ ഈ പാരഗ്രാഫിൻ്റെ ടെക്സ്റ്റിൻ്റെ കളർ ഗ്രീൻ ആയിരിക്കുമോ റെഡ് ആയിരിക്കുമോ? അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ റെഡ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായി ചിന്തിക്കുന്നത് ഇതിന് ശേഷം ഈ പാരഗ്രാഫ് എഴുതിയതുകൊണ്ടായിരുന്നു റെഡ് വന്നതെന്നാണ്. നമുക്ക് വേണമെങ്കിൽ വേറെ സെലക്ട് എടുക്കാം. ജസ്റ്റ് പാരഗ്രാഫിനെ വെച്ച് നമുക്ക് വേണമെങ്കിൽ സ്റ്റൈൽ ചെയ്യാമല്ലോ. ആ പാരഗ്രാഫിൻ്റെ എലമെൻറ്റ് നെയിം വെച്ചിട്ട് വേണമെങ്കിൽ സ്റ്റൈൽ ചെയ്യാം. പി കളർ ഇസിക്വൽ ടു ബ്ലൂ. സോ ഓർഡറിൽ എഴുതിയതാണ് അവൻ എടുക്കുന്നതെങ്കിൽ ഇപ്രാവശ്യം ഈ ടെക്സ്റ്റിന് ബ്ലൂ കളർ വരണം. റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലൂ വന്നില്ല, അത് റെഡ് തന്നെയാണ്. അതേപോലെ തന്നെ നമുക്ക് ഡാറ്റ ആട്രിബ്യൂട്ട് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ സ്റ്റൈൽ ചെയ്യാം. കളർ യെല്ലോ. സോ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാലോ വന്നില്ല. റെഡ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനി വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ID നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് യെല്ലോ ആയി. പല സെലക്ടറുകൾ ഉപയോഗിച്ചിട്ട് നമ്മളൊരു എലമെൻറ്റ് സ്റ്റൈൽ കൊടുത്താൽ ഇതിൽ ഏതാണ് എടുക്കുന്നത്, അതെടുക്കാനുള്ള റൂൾ എന്താണ്? സോ അതിനാണ് സ്പെസിഫിസിറ്റി എന്ന് പറയുന്നത്. സോ അതെന്താണെന്ന് ആദ്യം പറയാം. എന്നിട്ടൊരു ചെറിയൊരു എക്സാമ്പിൾ അത് എങ്ങനെ ചെയ്യുന്നതും കൂടി നമുക്ക് നോക്കാം. സോ എന്താണ് സ്പെസിഫിസിറ്റി എന്ന് പറയുന്നതിന് മുന്നേ നമുക്ക് ഈ സ്പെസിഫിക് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. സോ അത് തന്നെയാണ് ശരിക്കും ഈ ഒരു പ്രോപ്പർട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ സ്പെസിഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി നമ്മുടെ സെലക്ടർ നാരോ ചെയ്യുക. അതായത് ഫോർ ജനറൽ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനറിക്കാണ്, ഒരുപാട് പേരെ സൂചിപ്പിക്കുന്നതാണ്. നേരെ മറിച്ച് 40 വയസ്സിന് മീതുള്ള ആൾക്കാർ അങ്ങനെ പറയുവാണെങ്കിൽ എന്നാൽ കുറച്ചും കൂടി സ്പെസിഫിക് ആണ്. മറ്റേതിനെക്കാട്ടിയും ആൾക്കാരെന്ന് പറയുന്നതിനെക്കാട്ടിയും കൂടുതൽ സ്പെസിഫിക് ആണത്. ഇനി അത് കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ 40 വയസ്സിന് മീതിയുള്ള ആണുങ്ങൾ എന്ന് പറയാൻ കുറച്ചും കൂടി സ്പെസിഫിക്കായി. അപ്പോൾ ഒരു ഗ്രൂപ്പിനെ സെലക്ട് ചെയ്യാൻ കൂടുതൽ സ്പെസിഫിക് റൂൾ എടുക്കുകയാണെങ്കിൽ അതിനായിരിക്കും ഇമ്പോർട്ടൻസ്. അത് തന്നെയാണ് ഈ എലമെൻ്റ് കേസിനകത്ത് നടക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഈ ടാഗ് നെയിം എന്ന് പറയുന്നത് കുറച്ചുകൂടി ജനറിക്കാണ്. അപ്പോൾ ടാഗ് നെയിം എന്ന് പറഞ്ഞാൽ കുറച്ച് ലെസ് സ്പെസിഫിക് ആണ്. ഇനി അതിനെക്കാട്ടി മോർ സ്പെസിഫിക് ആണ് ടെക്സ്റ്റ് എന്ന ക്ലാസ് ഉള്ള ടാഗ് നെയിം. അത് ഈ വെറും ടാഗ് നെയിമിനെക്കാട്ടിയും കൂടുതൽ സ്പെസിഫിക് ആണ്. 10 P ഉണ്ടാവും, അപ്പോൾ അതിലൊരു 4 എണ്ണത്തിന് ചിലപ്പോൾ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ക്ലാസ് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ കുറച്ചും കൂടി ആ ഗ്രൂപ്പ് ചെറുതായി. അതേപോലെ തന്നെ ഇന്ന ഡാറ്റ ആട്രിബ്യൂട്ട് ഉള്ള P ടാഗ് എന്ന് പറഞ്ഞാൽ അത് കുറച്ചും കൂടി സ്പെസിഫിക് ആണ്. ഇനി ID ഉള്ള ഒരു P ടാഗ് എന്ന് പറഞ്ഞാലോ അത് വളരെയധികം സ്പെസിഫിക് ആണ്. കാരണം ID ഒരെണ്ണം ഉണ്ടാകാൻ പാടുള്ളൂ എന്നൊരു ഡോക്യുമെൻറ്റിൽ. അപ്പോൾ ID എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി സ്പെസിഫിക് ആണ്. അപ്പോൾ റൂൾ എങ്ങനെ പറഞ്ഞാൽ കൂടുതൽ സ്പെസിഫിക് ആയിട്ട് നമ്മൾ പറയുന്നു, ആ ഒരു റൂളാണ് എടുക്കുക. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ പാരഗ്രാഫാണല്ലോ ഏറ്റവും കൂടുതൽ സ്പെസിഫിക് എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ പാരഗ്രാഫിൻ്റെ കളർ എടുത്ത്. അതിനെക്കാട്ടും ലെസ് സ്പെസിഫിക് ആണ് ഈ ടെക്സ്റ്റ്, അതിനെക്കാട്ടും ലെസ് സ്പെസിഫിക് ആണ് ഈ P. അതുകൊണ്ടാണ് P ഏറ്റവും ലാസ്റ്റ് എടുക്കുന്നത്. സോ ഇത് മനസ്സിലാണെങ്കിൽ കുറച്ചും കൂടി ഈ റൂൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. പക്ഷേ ഇതാണ് ഇതിൻ്റെ ഓവറോൾ ആയിട്ടൊരു ഐഡിയ. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇൻസ്പെക്ട് എലമെൻറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതുണ്ടോ P എന്ന കളർ കൊടുത്തിട്ടുണ്ട്, ടെക്സ്റ്റും കൊടുത്തിട്ടുണ്ട്, ഇൻഫോം കൊടുത്തിട്ടുണ്ട്. ഇതിനെല്ലാത്തിനെക്കാട്ടും കൂടുതൽ സ്പെസിഫിക് ഐഡിയ ആയതുകൊണ്ടാണ് ഈ പറയുന്ന റെഡ് കളർ എടുത്തത്. സോ ഇനി നമുക്ക് എങ്ങനെയാണ് ഈ സെലക്ടറിൻ്റെ റൂൾ എങ്ങനെ അപ്ലൈ എന്ന് നോക്കാം. സോ അതിന് നമുക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിളിൽ സ്പെസിഫിസിറ്റി കാൽക്കുലേറ്റർ എന്ന് സെർച്ച് ചെയ്യുക. അതിനകത്ത് keygen.st എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റിലെ സ്പെസിഫിസിറ്റി കാൽക്കുലേറ്റർ ഉണ്ട്, അതെടുക്കുക. ഇതിനകത്ത് 2 ടെക്സ്റ്റ് ഉണ്ട്, അത് രണ്ടും ക്ലിയർ ചെയ്യാൻ തൽക്കാലം. ഇത് വെച്ച് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം എന്താണ് അതിൻ്റെ റൂൾ എന്ന്. ഇതിൽ നമുക്ക് കാണാം 3 ബ്ലോക്സ് കാണാം. ഇത് പ്രയോറിറ്റിക്ക് അനുസരിച്ചിട്ടാണ്. ഏറ്റവും മുകളിലുള്ളതിനാണ് ഹയർ പ്രയോറിറ്റി, ഏറ്റവും താഴെയുള്ളതാണ് ഏറ്റവും കുറഞ്ഞ പ്രയോറിറ്റി. സോ നേരത്തെ പറഞ്ഞു ഈ എലമെൻറ്റ് വെച്ച സെലക്ടർ എന്ന് പറഞ്ഞത് ലെസ് സ്പെസിഫിക് ആണ്, ഏറ്റവും കുറഞ്ഞ സ്പെസിഫിസിറ്റി ഉള്ളതാണ്. അതുകൊണ്ടാണ് എലമെൻറ്റ്സ് താഴത്തെ എഴുതിയിരിക്കുന്നത്. പിന്നെ ID ഏറ്റവും കൂടുതൽ സ്പെസിഫിക്. ID എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേജിനകത്ത് ഒരു IDയുള്ള ഒരു എലമെൻ്റ് ഉള്ളത്. സോ ID പറഞ്ഞിടത്ത് തന്നെ ഭയങ്കര സ്പെസിഫിക് ആണ്. അതുകൊണ്ടാണ് ID ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ID മുകളിൽ എഴുതിയിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള പ്രയോറിറ്റി ഉള്ള ക്ലാസ്സസ് ആണ്. ഇപ്പോൾ ക്ലാസ് നെയിം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് എലമെൻറ്റിനെക്കാട്ടിയും കൂടുതൽ സ്പെസിഫിക് ആണ്, പക്ഷേ ID അത്രയില്ല. അപ്പോൾ ഇത് സെക്കൻഡ് പ്രയോറിറ്റിയാണ്. ഇങ്ങനെയാണ് അതിൻ്റെ പ്രയോറിറ്റി കിടക്കുന്നത്.
സോ ഇനി നമുക്കൊരു കോഡിനകത്തോട്ട് പോവാം. അപ്പോൾ ഈ കോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ടൊരു പേജാണ്. ഇതിനകത്ത് ഒരു div എന്ന് പറഞ്ഞ സെക്ഷൻ എന്ന് പറഞ്ഞ കണ്ടെയ്നർ ഉണ്ട്, അതിനകത്തൊരു പാരഗ്രാഫ് ഉണ്ട്. അതുപോലെ തന്നെ വേറൊരു div എന്ന് പറഞ്ഞ സെക്ഷൻ എന്ന് പറഞ്ഞ കണ്ടെയ്നർ ഉണ്ട്, അതിനകത്തൊരു പാരഗ്രാഫ് ഉണ്ട്. പിന്നെ അതിനകത്തൊരു കണ്ടെയ്നർ ഉണ്ട്, അതിനകത്തൊരു പാരഗ്രാഫ് ഉണ്ട്. അങ്ങനെ സിമ്പിളായിട്ടുള്ളൊരു HTML ആണ്. സോ പല ലെവലിൽ ഇട്ടിരിക്കുന്ന നമുക്ക് പല സെലക്ടർ കൊടുത്തിട്ട് ഇതിന് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, ഇതിൻ്റെ സ്റ്റൈലൊന്നും നമ്മൾ കൊടുത്തിട്ടില്ല. സോ ഇത് റൺ ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന 3 ടെക്സ്റ്റ് നമുക്കിവിടെ കാണാൻ പറ്റും. സോ ഇനി നമുക്ക് ഈ ഒരു പാരഗ്രാഫിന് സ്റ്റൈൽ ചെയ്യാം. പി എന്ന് പറഞ്ഞ പാരഗ്രാഫിന് കളർ ഗ്രീൻ കൊടുത്തു. ഓക്കെ, സോ റിഫ്രഷ് ചെയ്യുന്ന സമയത്ത് എല്ലാ പാരഗ്രാഫിനും ഗ്രീൻ വന്നു. കാരണം നമ്മളെന്താണ് ഈ പി എന്ന് പറഞ്ഞ എലമെൻറ്റ് വെച്ചിട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഇത് കൂടാതെ തന്നെ ഈ ഒരു എലമെൻറ്റിന് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഒരു ക്ലാസ് ഉണ്ട്. ഓക്കെ, സോ അത് വെച്ചിട്ട് നമുക്ക് സ്റ്റൈൽ കൊടുക്കാം. ഡോട്ട് ടെക്സ്റ്റ് കളർ റെഡ്. ഓക്കെ, സോ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് എലമെൻറ്റ് മാത്രം കളർ റെഡായി. സോ ഇവിടെ നോക്കുവാണെങ്കിൽ ഈ ഒരു എലമെൻറ്റിന് 2 സെലക്ടേഴ്സ് ഉണ്ട്. ഒന്ന് എന്ന് പറഞ്ഞാൽ ഈ പി വെച്ചിട്ടുള്ള സെലക്ടർ ഉണ്ട്, നേരെ മറിച്ച് ഈ ടെക്സ്റ്റ് വെച്ചിട്ടുള്ള സെലക്ടർ ഉണ്ട്. ഇതിൽ ഏതാ അടുത്തെന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യുന്നത് വെച്ചാൽ സ്പെസിഫിസിറ്റി കാൽക്കുലേറ്റർ ഇട്ട് നോക്കാം. പി നമുക്ക് ഇട്ട് നോക്കാം, അതേപോലെ തന്നെ ഡോട്ട് ടെക്സ്റ്റ് നമുക്ക് ഇട്ട് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും ഈ പി എന്ന് പറയുമ്പോൾ അതൊരു എലമെൻ്റ് ആണ്, അത് ലോ പ്രയോറിറ്റിയിൽ 1 ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, നേരെ മറിച്ച് ഈ ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് നെയിമാണ്, അത് സെക്കൻഡ് പ്രയോറിറ്റിയിലാണ് വന്നിരിക്കുന്നത്, അത് ഇതിനാണ് കൂടുതൽ പ്രയോറിറ്റി. സോ അതുകൊണ്ട് എന്ത് ചെയ്തു, ഈ ഡോട്ട് ടെക്സ്റ്റിൻ്റെ കളറാണ് ഈ ഒരു എലമെൻറ്റിന് അവനെടുത്തിരിക്കുന്നത്. ഓക്കെ, സോ അതുകൊണ്ടാണ് അവിടെ റെഡ് വന്നത്. സോ ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ടെക്സ്റ്റിന് ഇങ്ങനെ ഇത് കൊടുക്കാം, അല്ലെങ്കിൽ ഡോട്ട് സെക്ഷൻ സ്പേസ് ഡോട്ട് ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കൊടുത്താലും ഈ ഒരു എലമെൻ്റാണ്. നമുക്ക് അങ്ങനെ സ്റ്റൈൽ കൊടുത്ത് നോക്കാം. ഡോട്ട് സെക്ഷൻ സ്പേസ് ഡോട്ട് ടെക്സ്റ്റ് കളർ ബ്രൗൺ കൊടുക്കാം. ഓക്കെ, സോ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡോട്ട് സെക്ഷൻ ഡോട്ട് ടെക്സ്റ്റ് എന്ന് പറഞ്ഞാലും ഡോട്ട് സെക്ഷൻ ഡോട്ട് ടെക്സ്റ്റ് ഇതിനെ സെലക്ട് ചെയ്യും, പി എന്ന് പറഞ്ഞാലും ഇതിനെ സെലക്ട് ചെയ്യും, ബാക്കിയുള്ളതിനും സെലക്ട് ചെയ്യും, പക്ഷേ ഇതിനെ സെലക്ട് ചെയ്യും. അതുപോലെ തന്നെ ഡോട്ട് ടെക്സ്റ്റ് എന്ന് പറഞ്ഞാലും ഇതിനെ സെലക്ട് ചെയ്യും. അപ്പോൾ 3 സെലക്ടറും ഒരൊറ്റ ഈ ഒരു എലമെൻറ്റിനെ സെലക്ട് ചെയ്യണം. അപ്പോൾ ഇതിനകത്തെ ഈ കളർ എന്ന് പറയുന്ന പ്രോപ്പർട്ടി കോൺഫ്ലിക്റ്റ് ആയാലും ഇതിൽ ഏത് വരും. സോ ഇതിൽ ഏത് എടുക്കുമെന്ന് വെച്ചാൽ നമുക്ക് സ്പെസിഫിച്ച് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ഇവിടെ 2 ക്ലാസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എടുത്തു കഴിഞ്ഞാൽ ക്ലാസ്സിൽ 2 ഉണ്ട്. ഇതിന് പി അതൊരു ടോക്കാം, ഇതിന് ഒരെണ്ണേ ഉള്ളൂ. ഇനി ഇത് ഡോട്ട് ടെക്സ്റ്റ് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് അടിച്ച് കഴിഞ്ഞാൽ അടിയിൽ ഒരെണ്ണം കൂടി വരും. ഡോട്ട് ടെക്സ്റ്റ് ഇടാം. ID ടെക്സ്റ്റ് എന്നാണ് ഇതിൻ്റെ ID. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ID ടെക്സ്റ്റിന് ബ്ലൂ ഇടാം. ഓക്കെ, നമുക്ക് ഒരെണ്ണം കൂടി സെക്ഷൻ ഇവിടെ എടുക്കാം, ID ടെക്സ്റ്റ്. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ഏറ്റവും ഹയർ പ്രയോറിറ്റി ഏതാണ്? ഹയർ പ്രയോറിറ്റിയിൽ 1 ഇതാണ്. ഓക്കെ, ID ടെക്സ്റ്റ് ആണ്. ഓക്കെ, ഇവിടെ ക്ലാസ് 2 ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രയോറിറ്റിയിൽ ഏതാണോ വലുത് അതിലൊരെണ്ണം തീരുമാനമായി കഴിഞ്ഞാൽ പിന്നെ ബാക്കി നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ID-യിലാണ് ഏറ്റവും ഹൈ പ്രയോറിറ്റി കിടക്കുന്നത്. അപ്പോൾ ID ടെക്സ്റ്റിൻ്റെ റൂളായിരിക്കും എടുക്കുക. ഓക്കെ, പിന്നെ താഴത്തേക്ക് അങ്ങോട്ട് നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ ക്ലാസ് 2, 10, 20, 100 എന്തായാലും കാര്യമില്ല. ഏറ്റവും ഹയർ പ്രയോറിറ്റിയിൽ നമ്പർ കൂടുതലാണെങ്കിൽ അതെടുക്കും, ബാക്കിയൊക്കെ ഇഗ്നോർ ചെയ്യും. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ID ടെക്സ്റ്റ് ആണല്ലോ ഏറ്റവും കൂടുതൽ. സോ ബേസിക്കലി ID ടെക്സ്റ്റിൻ്റെ കളർ ബ്ലൂ ആവും. ഇതുണ്ട് ബ്ലൂ. അപ്പോൾ ഇവിടെ എലമെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ട പ്രയോറിറ്റിയിൽ ആദ്യം പീനെക്കാട്ടും കൂടുതൽ ഇത് അങ്ങനെ. ഓക്കെ, ഇനിയിപ്പോൾ രണ്ടിനും ഒരേ പ്രയോറിറ്റി ആണെങ്കിൽ ഇത് 2 ക്ലാസ് ഉണ്ട് വിചാരിക്കുക. ടെക്സ്റ്റ് ബി. ഓക്കെ, ടെക്സ്റ്റ് ബാക്കിയൊക്കെ എടുത്ത് കളയാം. ടെക്സ്റ്റും ടെക്സ്റ്റ് ബിയും. ഓക്കെ, ടെക്സ്റ്റിന് റെഡ് കളർ കൊടുത്തു, ഡോട്ട് ടെക്സ്റ്റ് ബിക്ക് ഗ്രീൻ കൊടുത്തു. ഓക്കെ, സോ ഇങ്ങനെയാണെങ്കിൽ ഇതിന് രണ്ടിനും സ്പെസിഫിസിറ്റി എന്താണ്, ക്ലാസ് സെയിം ആണ്. ഓക്കെ, സോ അങ്ങനത്തെ കേസിൽ എന്താ വരിക, രണ്ടാമത് ആരാണോ എഴുതിയത് അതാണ് എടുക്കുക. ഓക്കെ, സോ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇത് ഗ്രീനായി. നേരെ മറിച്ച് ഇത് ആദ്യം കൊണ്ടിട്ട് കഴിഞ്ഞാൽ അത് റെഡായി. ഓക്കെ, സോ നമുക്കിവിടെ സാധാരണ രീതിയിൽ ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് ഗ്രീനായി. ഓക്കെ, സോ നമുക്ക് റെഡാണ് എടുക്കേണ്ടിയിരുന്നത്. അപ്പോൾ അങ്ങനത്തെ കേസുകൾ നമ്മൾ വേണമെങ്കിൽ കൂടുതൽ സ്പെസിഫിസിറ്റി കൊടുക്കാം. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ ഈ ടെക്സ്റ്റിന് പി ഡോട്ട് ടെക്സ്റ്റ് എന്ന് എഴുതി കഴിഞ്ഞാൽ ഈ റൂളിന് ചുമ്മാ പി ഡോട്ട് ടെക്സ്റ്റ് എന്നിട്ട് കഴിഞ്ഞാൽ ഇതിന് ഒരു സ്പെസിഫിസിറ്റി കൂടുതലാണ്. അപ്പോൾ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ റെഡ് വരും, കാരണം സ്പെസിഫിസിറ്റി കാൽക്കുലേറ്റർ നോക്കിക്കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ പി ഡോട്ട് ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ക്ലാസ് 1 എലമെൻ്റ് 1. അപ്പോൾ ഇത് രണ്ടും നോക്കുകയാണെങ്കിൽ ID-ക്ക് രണ്ടും സെയിം ആണ്. അപ്പോൾ അടുത്തത് നോക്കാം. ക്ലാസ്സസിനും രണ്ടും സെയിം ആണ്. അപ്പോഴും അടുത്ത് നോക്കാം. എലമെൻറ്റ്സ് ഇവിടെ പി ഉള്ളതുകൊണ്ട് ഇവിടെ എലമെൻറ്റ് വന്നു, ഇവിടെ 0 വന്നു. അപ്പോൾ ഇതാണ് കൂടുതൽ സ്പെസിഫിക്. അപ്പോൾ അതെടുക്കാം. അങ്ങനെയാണ്, അതുകൊണ്ടാണ് പി ഡോട്ട് ടെക്സ്റ്റ് എടുത്തത്. ഓക്കെ, പിന്നെ ഇവിടെ വേറെ 2 കാര്യങ്ങൾ. എലമെൻ്റ് അല്ലാണ്ട് സ്യൂഡോ എലമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് പരിപാടിയും കൂടി ഉണ്ട്. ഈ സ്യൂഡോ എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ പേജിനകത്ത് ഒന്നല്ലെങ്കിൽ പുതിയ എലമെൻറ്റ്സുകൾ ആഡ് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് സാധാരണ സെലക്ടർ ഉപയോഗിച്ച് സെലക്ട് ചെയ്യാൻ പറ്റാത്ത കുറച്ച് എലമെൻറ്റ്സുകൾ ഉണ്ടാവും. അതിനാണ് സ്യൂഡോ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ കോളൻ ബിഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പി ഡോട്ട് ടെക്സ്റ്റ് കോളൻ ബിഫോർ കണ്ടൻറ്റ് എ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടി ഇപ്പോൾ കാണിക്കുകയാണ്. ഇവിടെ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഈ എലമെൻറ്റ് നമ്മൾ CSS വെച്ചിട്ടിരിക്കുന്ന എലമെൻറ്റാണ് ഈ ബിഫോർ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതൊക്കെ സ്യൂഡോ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. സോ അതിനും ഈ പറയുന്ന പോലെ സാധാരണ എലമെൻറ്റിൻ്റെ പോയിൻ്റാണ് സ്യൂഡോ എലമെൻറ്റ്. ഇതുകൂടാണ്ട് തന്നെ നമുക്ക് ഒരു പാരഗ്രാഫിൻ്റെ ഫസ്റ്റ് ടെക്സ്റ്റ് മാത്രമായിട്ട് എലമെൻ്റ് ആയിട്ട് എടുക്കാൻ പറ്റും CSS വെച്ചിട്ട്.
ഫസ്റ്റ് ടെക്സ്റ്റ്, ഫസ്റ്റ് ലൈന്, അങ്ങനെ കുറേ സ്യൂഡോ എലമെൻറ്റുകളുണ്ട്. അതിനൊക്കെ ഇതേപോലെ തന്നെ എലമെൻറ്റിൻ്റെ അതേ പോയിൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ സ്യൂഡോ ക്ലാസ്സുകൾ കുറേ ഉണ്ട്. സ്യൂഡോ എലമെൻറ്റ് പോലെ CSS വെച്ച് ഇടുന്ന എലമെൻറ്റുകളല്ല, അല്ലാണ്ട് തന്നെ ഉള്ള എലമെൻറ്റോ അതിൻ്റെ പ്രോപ്പർട്ടിയോ വെച്ചിട്ട് നമുക്ക് ആക്സ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഹോവർ ആകുമ്പോൾ, അതായത് ഇതിനകത്തോട്ട് ഹോവർ ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫസ്റ്റ് ചൈൽഡ്, സെക്കൻഡ് ചൈൽഡ്, nth ചൈൽഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് CSS വെച്ചിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. സോ അതൊക്കെ ബേസിക്കലി ക്ലാസസിൻ്റെ അതേ പ്രയോറിറ്റിയാണ്. അതേപോലെ തന്നെ ആട്രിബ്യൂട്ട് വെച്ച് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതിന് ബേസിക്കലി പറഞ്ഞാൽ ക്ലാസസിൻ്റെ അതേ പ്രയോറിറ്റിയാണ്. ഓക്കെ, സോ ഞാൻ അടുത്തത് ഈ സ്പെസിഫിസിറ്റി ഓവർ റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞൊരു കീവേഡ് കൊടുക്കാൻ പറ്റും. സോ അത് ഇങ്ങനെയാണ് നോക്കാം. സോ അത് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് നേരത്തെ കണ്ട റൂൾ തന്നെ പറയാം. ഈ ഒരു എലമെൻറ്റിന് p.text വെച്ചിട്ട് നമ്മൾ സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ടെക്സ്റ്റ് ബി വെച്ചിട്ടും സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. കണ്ട p.textuം ടെക്സ്റ്റ് ബിയും വെച്ച് സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്പെസിഫിസിറ്റി റൂൾ അനുസരിച്ചിട്ട് ഇതിനാണ് കൂടുതൽ സ്പെസിഫിക്. അപ്പോൾ റെഡ് കളറാണ് വരിക. റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ റെഡ് കളർ വരും. ഓക്കെ, ഇനി നമുക്ക് ഗ്രീൻ ആണ് വേണ്ടത്. ആ സ്പെസിഫിക് കാര്യത്തിന് ഈ പറയുന്ന റെഡ് അല്ല വേണ്ടത്, നമുക്ക് ഗ്രീൻ ആണ് നമുക്ക് റൂൾ എടുക്കേണ്ടത്. ഓക്കെ, മറ്റേ കൂടുതൽ നമുക്കത് മോഡിഫൈ ചെയ്യാനും പറ്റത്തില്ല. അങ്ങനത്തെ കേസിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിതിനെ കൂടുതൽ സ്പെസിഫിക് ആക്കാമെന്ന് പറയാം. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇതിന് വല്ല ID ഉണ്ടെങ്കിൽ, ID ടെക്സ്റ്റ് ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ ID ടെക്സ്റ്റ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അതെടുക്കും. ഓക്കെ, ഗ്രീൻ എടുക്കും. അങ്ങനെയല്ലാണ്ട് നമുക്ക് ഓവർ റൈഡ് ചെയ്യുന്ന ഒരു മെത്തേഡും കൂടി ഉണ്ട്. അതിനാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. ഏതെങ്കിലും സ്റ്റൈലിൽ നമുക്ക് ഓവർ റൈഡ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ എക്സ്ക്ലമേഷൻ ഇമ്പോർട്ടൻ്റ് ഇങ്ങനെ പറഞ്ഞോട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഈ റൂള് നമ്മുടെ സ്പെസിഫിസിറ്റി റൂൾ ഒന്നും ബാധകമല്ല. ഇതിനാണ് ഇമ്പോർട്ടൻസ്, ഇത് എടുത്തേ പറ്റത്തുള്ളൂ. ഇതിനാണ് സ്പെസിഫിസിറ്റി കൂടുതലെങ്കിൽ പോലും ഇമ്പോർട്ടൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിനായിരിക്കും ഇമ്പോർട്ടൻസ്. അപ്പോൾ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഗ്രീൻ എടുക്കത്തുള്ളൂ. ഓക്കെ, നേരെ മറിച്ച് ഇമ്പോർട്ടൻ്റ് ഇല്ലെങ്കിലോ അത് റെഡ് ആവും. ഓക്കെ, സോ അതാണ് ഇമ്പോർട്ടൻ്റ്. ഇപ്പോൾ രണ്ട് റൂളിനും ഇമ്പോർട്ടൻ്റ് ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഈ രണ്ട് റൂളിനും ഇമ്പോർട്ടൻ്റ് ഉണ്ടെങ്കിൽ ഇതിലേതെടുക്കണം എന്ന് തീരുമാനിക്കുന്നത് പിന്നെ നേരെ തിരിച്ച് സ്പെസിഫിസിറ്റി റൂൾ തന്നെ പോകും. അപ്പോൾ ഈ കേസിനകത്ത് രണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പിന്നെ നേരെ മറിച്ച് സ്പെസിഫിസിറ്റി റൂൾ നോക്കും, ഇതിനാണ് കൂടുതൽ സ്പെസിഫിക്. സോ അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ റെഡ് കാണിക്കും. ഓക്കെ, സോ അതാണ് ഇമ്പോർട്ടൻറ്റ്. ഇമ്പോർട്ടൻറ്റ് ജനറലി അങ്ങനെ യൂസ് ചെയ്യാറില്ല. കാരണം എന്താ വെച്ചാൽ ഇമ്പോർട്ടൻറ്റ് ഒരുപാട് സ്ഥലത്ത് വരുന്ന സമയത്ത് നമുക്ക് ഈ പറഞ്ഞ റൂൾസൊക്കെ ഓവർ റൈഡ് ചെയ്യാനൊക്കെ ഭയങ്കര കൺഫ്യൂഷൻസ് വരും. സോ അതുകൊണ്ട് ഇമ്പോർട്ടൻറ്റ് പരമാവധി ഒഴിവാക്കുക. വളരെ അത്യാവശ്യ ഘട്ടത്തിൽ വേറൊരു നിവൃത്തിയില്ലെങ്കിൽ മാത്രം ഉപയോഗിക്കേണ്ട ഒരു പ്രോപ്പർട്ടിയാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇതുകൂടാതെ വേറെ രീതിയിലും കൂടി സ്റ്റൈൽ കൊടുക്കാൻ പറ്റും. അതിനാണ് ഇൻലൈൻ സ്റ്റൈൽ. നമുക്കറിയാം, അതായത് ഇങ്ങനെ CSS ഉപയോഗിച്ച് സ്റ്റൈൽ ചെയ്യാണ്ട് തന്നെ നമ്മൾ എലമെൻറ്റിനകത്ത് നമുക്ക് സ്റ്റൈൽ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട്സ് വെച്ച് നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു സാധനത്തിനകത്ത് സ്റ്റൈല് കളർ ടർക്കോയ്സ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാലോ, ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ CSSൽ ഇതേപോലെ രണ്ട് സ്റ്റൈലുണ്ട് എലമെൻറ്റിന്. സോ ഇൻലൈൻ സ്റ്റൈൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു സ്പെസിഫിസിറ്റി റൂൾ അപ്ലൈ ചെയ്യത്തില്ല. സോ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻലൈൻ സ്റ്റൈലിനാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി. കാരണം നമ്മൾ നേരിട്ടിട്ട് എലമെൻറ്റിൽ കൊടുക്കുകയുള്ളൂ. അപ്പോൾ അതെടുക്കത്തുള്ളൂ. ഇതിൻ്റെ സ്പെസിഫിസിറ്റി റൂളൊന്നും ബാധകമല്ല. റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ടർക്കോയ്സ് വരും. ഓക്കെ, ബാധകമാവും എപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ. ഇമ്പോർട്ടൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ബാധകമാവും. അപ്പോൾ ഇൻലൈൻ സ്റ്റൈലിനും കൂടി ഓവർ റൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മുടെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഓക്കെ, ഇനി ഇൻലൈൻ സ്റ്റൈൽ കൊടുക്കുമ്പോൾ പരമാവധി ഇമ്പോർട്ടൻറ്റ് കൊടുക്കാതിരിക്കാൻ നോക്കുക. സോ ഇൻലൈൻ സ്റ്റൈലിൽ ഇമ്പോർട്ടൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ഒരു രീതിയിൽ ഈ സ്റ്റൈൽ ഓവർ റൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ഈ CSS വെച്ചിട്ട് നമുക്ക് പിന്നെ ഈ ഒരു എലമെൻറ്റിന് കളർ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി കൊടുക്കാനേ പറ്റത്തില്ല. ഓക്കെ, ഇനി കുറച്ചും കൂടി ഒരു നെസ്റ്റഡ് ആയിട്ടുള്ളൊരു എക്സാമ്പിളും കൂടി നമുക്ക് നോക്കാം സ്പെസിഫിസിറ്റി വെച്ചിട്ടുള്ളത്. സോ അതൊരു സിമ്പിൾ എക്സാമ്പിളാണ്. അപ്പോൾ നമുക്ക് ഐഡിയ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, സോ ഇതൊരു സിമ്പിൾ HTML ആണ്. സോ ഇതിനകത്ത് ഒരു div ഉണ്ട്, അതിനകത്തൊരു പാരഗ്രാഫ് ഉണ്ട്. വേറൊരു div ഉണ്ട്, അതിനകത്തൊരു പാരഗ്രാഫ് ഉണ്ട്. അതിനുള്ളിലൊരു div ഉണ്ട്, അതിനകത്തൊരു പാരഗ്രാഫ് ഉണ്ട്. സോ പുറത്തുള്ള div സെക്ഷൻ ഉണ്ട്, ഔട്ടർ സെക്ഷൻ ഉണ്ട്, ഉള്ളിലത്തെ div ഇന്നർ സെക്ഷനാണ്. ഓക്കെ, സോ അതിനകത്ത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാരഗ്രാഫും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇത് സ്റ്റൈൽ ചെയ്തിട്ട് സ്പെസിഫിസിറ്റി എവിടെയാണ് ഉപയോഗം വരുന്നത് നോക്കാം. സോ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ പാരഗ്രാഫ്സ് സ്റ്റൈൽ ചെയ്യാം. ഓക്കെ, സോ ഈ പാരഗ്രാഫിനകത്ത് ഒരു ബാക്ക്ഗ്രൗണ്ട് കളറ് ഒരു ലൈറ്റ് ബ്ലൂ കൊടുക്കാം. പാഡിങ് ഒരു 10 പിക്സൽ കൊടുക്കാം. ഫോണ്ട് സൈസ് 1 rem കൊടുക്കാം. ഓക്കെ, സോ ഇത് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ സോ നമ്മളിത് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ടർ ടെക്സ്റ്റിനും അതേപോലെ തന്നെ ഇന്നർ ടെക്സ്റ്റിനും നമുക്ക് ഡിഫറെൻറ്റ് ഫോണ്ട് സൈസ് കൊടുക്കണം. സോ അതായത് ഇത് വലിയ സൈസ്, അതിനെക്കാട്ടും കുറച്ച് ചെറിയ സൈസ് ആയിരിക്കണം ഇത്, അതിനെക്കാട്ടും കുറച്ചും കൂടി ചെറിയ സൈസ് ആയിരിക്കണം ഇത്. ഓക്കെ, സോ അങ്ങനെ നമുക്ക് സ്റ്റൈൽ കൊടുക്കാം. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് ഇന്നർ ടെക്സ്റ്റിന് ഒരു ചെറിയ ഫോണ്ട് സൈസ് കൊടുക്കാം. അപ്പോൾ ഈ ഇന്നർ ടെക്സ്റ്റിനെ എങ്ങനെ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഡോട്ട് ഇന്നർ ടെക്സ്റ്റ് ക്ലാസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇന്നർ സെക്ഷൻ്റെ അകത്തെ പാരഗ്രാഫ് അങ്ങനെ ഉപയോഗിക്കാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ ഡോട്ട് ഇന്നർ സെക്ഷൻ, അതിനകത്തെ പാരഗ്രാഫിന് ഫോണ്ട് സൈസ് 0.4 rem കൊടുക്കാം. സോ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചെറിയ ടെക്സ്റ്റായി. ഓക്കെ, എന്നിട്ട് നമുക്ക് ഈ ടെക്സ്റ്റും ചെറുതാക്കാം. അത് ഇതിനെക്കാട്ടും ചെറുതായിരിക്കണം, ഇതിനെക്കാട്ടും വലുതായിരിക്കണം. അപ്പോൾ നമുക്കൊരു 0.6 rm കൊടുക്കാം. ഈ ഔട്ടർ സെക്ഷനകത്തുള്ള ടെക്സ്റ്റിന്, ഔട്ടർ സെക്ഷന് അകത്തുള്ള പാരഗ്രാഫിന് ഫോണ്ട് സൈസ് 0.6 rem കൊടുക്കാം. ഓക്കെ, സോ റിഫ്രഷ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോണം. ഇത് റിഫ്രഷ് ചെയ്തു, കണ്ടോ ഈ ടെക്സ്റ്റും ഒരേ സൈസായി. ശരിക്കും ഇതിന്
നേരത്തെ കൊടുത്ത പോലെ കുറച്ചുകൂടി ചെറിയ സൈസായിരുന്നു വരേണ്ടിയിരുന്നത്. ഇതിന് 0.4ഉം ഇതിന് 0.6ഉം ആണ് വരേണ്ടിയിരുന്നത്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിലും 0.6 ആണ് വന്നിരിക്കുന്നത്, ഇതിനും 0.6 ആണ് വന്നിരിക്കുന്നത്. ഇതിന് നമ്മൾ 0.4 കൊടുത്തിട്ടുണ്ട്, പക്ഷേ അത് ഈ 0.6 വെച്ചിട്ട് ഓവർ റൈഡ് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ടർ സെക്ഷൻ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ടർ സെക്ഷനകത്ത് ഒരു പി ഉണ്ട്, അതിനെ സ്റ്റൈൽ ചെയ്തു. ഔട്ടർ സെക്ഷൻ പി എന്ന് പറഞ്ഞാൽ ഇതും മാച്ച് ചെയ്യും, കാരണം ഇതും ഔട്ടർ സെക്ഷൻ അകത്തുള്ളതാണല്ലോ. ഈ ഒരു സെലക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് പീനും അത് സെലക്ട് ചെയ്യും. നേരെ മറിച്ച് ഈ ഇന്നർ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ മാത്രമേ സെലക്ട് ചെയ്യത്തുള്ളൂ. ഓക്കെ, സോ ഈ രണ്ട് റൂളും ഇതിനെ സെലക്ട് ചെയ്യും. അതിലേതാണ് എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെയും സ്പെസിഫിസിറ്റി റൂൾ നോക്കും. ഇതിൻ്റെ രണ്ടും സ്പെസിഫിസിറ്റി റൂൾ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും സെയിം സ്പെസിഫിസിറ്റിയാണ്, ക്ലാസ് ഉണ്ട്, ഒരു ടാഗും ഉണ്ട്. ഓക്കെ, സോ അങ്ങനത്തെ കേസിൽ രണ്ടാമത്തേന് എടുക്കുന്നത്. രണ്ടാമത്തെ എന്ന് പറയുമ്പോൾ ഔട്ടർ സെക്ഷനിലത്തുള്ള റൂളാണ് എടുത്തിരിക്കുന്നത്. സോ ഇത് നമുക്ക് സോൾവ് ചെയ്യാൻ, നമുക്ക് സ്പെസിഫിസിറ്റി വെച്ച് സോൾവ് ചെയ്യാം. അതായത് ഫോർ എക്സാമ്പിൾ ഇന്നർ ടെക്സ്റ്റിനെ കുറച്ചും കൂടി കൂടുതൽ സ്പെസിഫിക് കൊടുക്കാം. കാരണം ഔട്ടർ സെക്ഷനകത്ത് ഇന്നർ സെക്ഷനകത്തെ പി എന്ന് പറഞ്ഞു കൊടുക്കാം. അതായത് ഇവിടെ ഔട്ടർ സെക്ഷനകത്തെ ഇന്നർ സെക്ഷനകത്തെ പി. ഓക്കെ, അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇത് റിഫ്രഷ് ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ, ഇത് വലുത്, ഇത് ചെറുത്, ഇതിനും ചെറുത്. ഓക്കെ, സോ ഇവിടെ ആയിരുന്നല്ലോ നേരത്തെ കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു. ഇവിടെ നോക്കുന്ന സമയത്ത് ഔട്ടർ സെക്ഷനകത്ത് ഇന്നർ സെക്ഷനെ പി എന്ന് പറഞ്ഞപ്പോൾ ഇത് കൂടുതൽ സ്പെസിഫിക് ആയി. ഇതിനകത്ത് 2 ക്ലാസ്സായി. ഇവിടെ 2 ക്ലാസ്സും ഒരു എലമെൻറ്റുമായി. നേരെ മറിച്ച് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഔട്ടർ സെക്ഷൻ പി എന്ന് പറഞ്ഞാൽ ഇത് സെലക്ട് ആവും. ഓക്കെ, പക്ഷേ അത് ഇതിനെക്കാട്ടും സ്പെസിഫിസിറ്റി കുറവാണ്. അത് നോക്കിക്കഴിഞ്ഞാൽ ഔട്ടർ സെക്ഷൻ പി എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ക്ലാസ് 1 എലമെൻറ്റ് ഒന്നേ ഉള്ളൂ. അപ്പോൾ ഇതിവിടെ ക്ലാസ് 2 ഉള്ളതുകൊണ്ട് ഇത് സെലക്ട് ആയി. അപ്പോൾ നമുക്ക് ഒരു എലമെൻറ്റിന് ആ സ്റ്റൈൽ വേണമെന്ന് എൻഫോഴ്സ് ചെയ്യണമെങ്കിൽ നമുക്ക് കൂടുതൽ ഇതേപോലെ സ്പെസിഫിക് ആയിട്ട് റൂൾ കൊടുക്കാം. ഓക്കെ, സോ അതാണ് സ്പെസിഫിസിറ്റി. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ അത്യാവശ്യമായ കാര്യമാണ്. ഇമ്പോർട്ടൻ്റ് വെച്ചൊന്നും കൂടുതൽ അങ്ങനെ സ്റ്റൈൽ ഓവർ റൈഡ് ചെയ്ത് ഫിക്സ് ചെയ്ത് ഇതേപോലെ സ്പെസിഫിസിറ്റി മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ CSS കൊടുക്കാൻ. ഓക്കെ, സോ അത്രയുള്ള വീഡിയോനകത്ത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ആവശ്യമുള്ള എല്ലാവരുമായിട്ട് ഇത് ഷെയർ ചെയ്യുക. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.